മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുക. പണ്ടൊരിക്കൽ ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന് മുകളിൽ ഒരു വയസ്സായ പക്ഷിയും അതിന്റെ കുറെ കുഞ്ഞുങ്ങളും കൂടുകെട്ടി അതിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ചെറിയ വള്ളി ആ മരത്തിന് ചുറ്റും പടർന്നു കയറാൻ തുടങ്ങി. ഇത് കണ്ട വയസ്സായ പക്ഷി മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കുഞ്ഞുങ്ങളെ, ഒരു വള്ളി ഈ മരത്തിൽ പടർന്നു കയറുന്നുണ്ട്. അതിനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. വരൂ, നമുക്ക് ഉടനെ അതിനെ വേരോടെ പിഴുതെറിയാം. വേണ്ട, മരത്തിൽ ഈ വള്ളി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഒരു കഴിവ് വേണം. നിങ്ങൾക്കറിയില്ല, ഇന്ന് ഭംഗിയായി കാണുന്നത് നാളെ ഒരുപക്ഷെ ആപത്തായി മാറിയേക്കാം. നിങ്ങൾക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് പ്രായമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ചെന്നിരിക്കെ മറ്റു പക്ഷികൾ ഇഷ്ടംപോലെ ജീവിക്കട്ടെ. ഓരോരുത്തരും വാദിച്ചു. ഒടുവിൽ ആരും ആ വള്ളി മുറിച്ചു മാറ്റാൻ അനുവദിച്ചില്ല. വയസ്സൻ പക്ഷിക്ക് വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അത് മൗനം പാലിച്ച് അവരുടെ തെറ്റുകൾ ഒരു ദിവസം ബോധ്യമാവുമെന്നുള്ള വിശ്വാസത്തോടെ ക്ഷമിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വള്ളിക്ക് നല്ല ബലം വെച്ചു. അത് മരത്തിന് ചുറ്റും മുറുകെ പിടിച്ചിരുന്നു. ഒരു ദിവസം അതുവഴി വന്ന ഒരു വേട്ടക്കാരൻ ആ വള്ളിയിൽ പിടിച്ചു കയറി മുകളിലെത്തി പക്ഷിക്കൂടിൽ വല വിരിച്ചു വെച്ചിട്ട് താഴെ ഇറങ്ങി കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് ഉദ്ദേശിച്ച് അയാൾ അവിടെ നിന്ന് പുറപ്പെട്ടു. തങ്ങളുടെ മുൻപിലുള്ള ആപത്തിനെ കുറിച്ച് അറിയാതെ എല്ലാ പക്ഷികളും വേടന്റെ വലയിൽ കുടുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ലേ? ഈ വള്ളി കാരണം നമുക്ക് ആപത്തുണ്ടാകുമെന്ന് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയൂ. എന്നോട് ക്ഷമിക്കണം. ഞാനാണ് ആദ്യം ഇതിനെതിരെ പറഞ്ഞത്. പിന്നീടാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം പറയൂ. ഞങ്ങൾ എല്ലാവരും അത് അനുസരിക്കാം. ഇനിയും ധാരാളം സമയമുണ്ട്. വേടൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചത്തതുപോലെ കിടക്കണം. നമ്മളെ ഓരോരുത്തരായി അയാൾ താഴെ ഇട്ട് കഴിഞ്ഞ് അയാൾ താഴെ ഇറങ്ങി വരുന്നതിന് മുൻപ് നമുക്ക് ഒരുമിച്ച് ആകാശത്തിലേക്ക് പറക്കാം. നല്ല ആശയമാണ്. മുതിർന്നവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്താണ് ഫലമെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാം. വേടൻ അവിടെ എത്തി. എല്ലാ പക്ഷികളും ചത്തതുപോലെ കിടന്നു. ആഹാ, ഇന്നെനിക്ക് നല്ല ഭാഗ്യ ദിവസം തന്നെ. എന്റെ കെണിയിൽ എല്ലാ പക്ഷികളും കുടുങ്ങിയല്ലോ. എല്ലാം ചത്തു കിടക്കുന്നു. ഞാൻ ഇവയെ വിറ്റ് ധാരാളം ലാഭം സമ്പാദിക്കും. അയാൾ വലയിൽ നിന്ന് ഓരോ പക്ഷികളെയായി എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ഒടുവിലത്തെ പക്ഷി താഴെ വീഴുന്നത് വരെ അവ ക്ഷമയോടെ അവിടെ കിടന്നു. എന്നിട്ട് വേടൻ താഴെ എത്തുന്നതിന് മുൻപ് മറ്റൊരിടത്തേക്ക് പറന്നുപോയി. പക്ഷികളെ വിറ്റ് ലാഭം സമ്പാദിക്കാമെന്ന് കരുതിയപ്പോൾ അവ തന്നെ പറ്റിച്ച് പറന്നുപോയതോർത്ത് വേടൻ അതീവ ദുഃഖിതനായി. ഒരു മുതിർന്ന പക്ഷിയുടെ ഉപദേശം അനുസരിച്ചതിനാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതോർത്ത് എല്ലാ പക്ഷികളും വളരെ സന്തോഷത്തോടെ പറന്നു. ഗുണപാഠം: മുതിർന്നവർ പറയുന്നത് നാം അനുസരിച്ചാൽ ഭാവിയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. പണ്ട് പണ്ട് വലിയൊരു മരത്തിനു മുകളിൽ ഒരന്ധനായ കഴുകനുണ്ടായിരുന്നു. മരത്തിലുണ്ടായിരുന്ന പൊത്ത് കഴുകൻ വീടാക്കി മാറ്റി. ആ മരത്തിനു മുകളിൽ വേറെയും ധാരാളം പക്ഷികൾ കൂടുകെട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷികൾ ആ അന്ധനായ കഴുകനെ സഹായിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളും കുറേശ്ശെ അതിന് കൊടുക്കാറുണ്ടായിരുന്നു. മറ്റു പക്ഷികൾ രാവിലെ ഭക്ഷണം തേടി പുറത്തേക്ക് പോകുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളെ നോക്കുന്നത് കഴുകനാണ്. ഒരു ദിവസം ഒരു പൂച്ച ആ മരത്തിനടുത്തുകൂടി നടന്നു പോവുകയായിരുന്നു. പൂച്ച പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. അവൻ വിചാരിച്ചു, ഈ മരത്തിന് മുകളിൽ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളുള്ള ധാരാളം കൂടുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇന്നെന്തായാലും കുശാലായ സദ്യ തന്നെ. ഈ സ്ഥലം കണ്ടുപിടിക്കാനായതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പൂച്ച മരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. പൂച്ചയെ കണ്ടതും പക്ഷിക്കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട കഴുകൻ ഞെട്ടിയുണർന്നു. കഴുകൻ പുറത്തു വന്ന് നോക്കി. ആരാടാ അത്? കഴുകൻ രണ്ടു വശത്തേക്കും തലചരിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അതിന് കണ്ണു കാണില്ലെന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി.
കഴുകനെ കബളിപ്പിക്കാനായി പൂച്ച പറഞ്ഞു, ബഹുമാനപ്പെട്ട കഴുക, അടിയനൊരു പാവം പൂച്ചയാണ്, അങ്ങയെ കാണാൻ വന്നതാണ്. പൂച്ചയോ? പൂച്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായും ആപത്ത് തന്നെയാണ്. വേഗം പൊയ്ക്കോ ഇവിടുന്ന്. അരുത്, എന്നെ പേടിപ്പിച്ചോടിക്കരുത്. ഞാൻ നിങ്ങളെയോ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെയോ ദ്രോഹിക്കാൻ വന്നതല്ല. താങ്കൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സംരക്ഷിക്കുന്നുവെന്ന ശുഭവാർത്ത കേട്ടതും ആ മഹാമനസ്കനെ ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നിപ്പോയി. അങ്ങ് ഇനി മുതൽ എൻ്റെ ഗുരുവായിരിക്കും. എന്നെ അനുഗ്രഹിക്കൂ. ഈ ശിഷ്യനെ സ്വീകരിച്ചാലും ഗുരു. ശരി ശരി, നിന്നെ ഞാൻ എൻ്റെ ശിഷ്യരായി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ നിന്റെ സാന്നിധ്യം ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ആപത്താണല്ലോ. ഇല്ല ഗുരു, അങ്ങ് പേടിക്കണ്ട. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇറച്ചിയും മുട്ടയും ഞാൻ കൈകൊണ്ട് തൊടാറേയില്ല. ഇത് കേട്ടപ്പോൾ കഴുകന്റെ സംശയം പാടെ നീങ്ങി. അന്നു മുതൽ പൂച്ച എല്ലാ ദിവസവും അന്ധനായ കഴുകനെ വന്നു കാണും. ആത്മീയ കാര്യങ്ങളായിരുന്നു ചർച്ചാ വിഷയം. അത് പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതുമില്ല. കുറേ ദിവസങ്ങൾ കടന്നുപോയി. കഴുകൻ പൂച്ചയെ വിശ്വസിക്കാൻ തുടങ്ങി. പൂച്ചയെ പക്ഷിക്കുഞ്ഞുങ്ങൾക്കും പേടിയില്ലാതായി. ദുഷ്ടനായ പൂച്ച കഴുകന്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ മാത്രം കാത്തിരിക്കുകയായിരുന്നു. പിന്നെ പൂച്ച തന്റെ തനിനിറം കാണിക്കാൻ തുടങ്ങി. പക്ഷികൾ ഇര തേടി പോയി കഴിഞ്ഞാൽ വൈകിട്ട് കഴുകൻ ചെറുതായൊന്നും മയങ്ങും. ഈ കാര്യം പൂച്ചയ്ക്കറിയാമായിരുന്നു. ദുഷ്ടനായ പൂച്ച ഒരു ദിവസം പക്ഷിക്കുഞ്ഞുങ്ങളുടെ നേർക്ക് പാഞ്ഞെടുത്തു. എന്നിട്ട് അവയെ മൊത്തം പിടിച്ചു തിന്നു. പക്ഷിക്കുഞ്ഞുങ്ങളുടെ എല്ലെല്ലാം കഴുകന്റെ മരപ്പൊത്തിനടുത്ത് കൊണ്ടുവന്നിട്ടു. കാര്യം കഴിഞ്ഞതും ദുഷ്ടനായ പൂച്ച അവിടെ നിന്നും സ്ഥലം വിട്ടു. വൈകിട്ട് പക്ഷികൾ കൂട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളെ കാണാനില്ല എന്നവർക്ക് മനസ്സിലായി. അവർ അന്വേഷണം തുടങ്ങി. എല്ലായിടത്തും തിരഞ്ഞിട്ടും പക്ഷിക്കുഞ്ഞുങ്ങളെ എവിടെയും കാണാനായില്ല. കഴുകനോട് അന്വേഷിക്കാമെന്ന് കരുതി അവയെല്ലാം കൂടി മരപ്പൊത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് പക്ഷിക്കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടത്. കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നത് കഴുകൻ തന്നെയായിരിക്കുമെന്ന് അവ കരുതി. എന്നിട്ട് അവയെല്ലാം കൂടി ആ പാവം കഴുകനെ മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ തുടങ്ങി. പാവം അന്ധനായ കഴുകൻ ചത്തുപോയി. ഈ കഥയുടെ സാരം എന്താന്ന് വെച്ചാൽ, കുട്ടികളെ, പാവം കഴുകനെ പൂച്ച പറഞ്ഞു പറ്റിച്ചത് കണ്ടില്ലേ? പൂച്ചയുടെ ഭംഗി വാക്കുകൾ കഴുകൻ വിശ്വസിക്കാതിരുന്നിരുന്നെങ്കിൽ അതിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. മുഖസ്തുതിയിൽ വീണു പോകരുത്, അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. പണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും ഹൃദയാലുക്കളായിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ പക്ഷികൾക്കായി വീടൊരുക്കി. അവ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷികളും നന്ദിപൂർവം സന്തോഷ ജീവിതം നയിച്ചു വന്നു. സംരക്ഷണം നൽകുന്നവർക്ക് ഒരിക്കലും ഉപദ്രവമാകാതിരിക്കാൻ പക്ഷികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അക്കാലത്ത് ഒരു പ്രാവ് കുലീനനായ ഒരാൾ കുലീനന്റെ കൊട്ടാരത്തിൽ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പ്രാവ് പുറത്തെല്ലാം ചുറ്റിപ്പറക്കും. എന്നിട്ട് ധാന്യമണികളും മറ്റു ഭക്ഷണ സാധനങ്ങളും എല്ലാം കണ്ടെത്തും. വൈകുന്നേരമായാൽ പ്രാവ് കുലീനന്റെ കൊട്ടാരത്തിലുള്ള തന്റെ കൂട്ടിൽ തിരിച്ചെത്തും. അതേ സ്ഥലത്ത് തന്നെ ഒരു കാക്കയും ജീവിച്ചിരുന്നു. പ്രാവിനെയും മറ്റു പക്ഷികളെയും പോലെ അല്ലാതെ കാക്ക കൗശലക്കാരനും സത്യസന്ധതയില്ലാത്തതുമായിരുന്നു. അതെല്ലായ്പ്പോഴും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം പ്രാവ് കൂട്ടിൽ നിന്നും പറന്നു പോകുന്നത് കാക്ക കാണാനിടയായി. ഇത് കണ്ട കാക്ക ഇങ്ങനെ ചിന്തിച്ചു: ഈ പ്രാവിനെ കൂട്ടുപിടിക്കാനായാൽ എനിക്കും കുലീനന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കാനാകും. പിന്നെ ജീവിതം ബഹുരസമായിരിക്കും. കൊട്ടാരത്തിലെ പാചകക്കാരൻ എന്തെല്ലാം സ്വാദിഷ്ട വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കട്ടു തിന്നാൻ പറ്റും. ആരും അതിന്റെ വ്യത്യാസം കണ്ടറിയാൻ പോകുന്നില്ല.
അന്നു മുതൽ കാക്ക പ്രാവിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാവ് ചോദിച്ചു, നീ എന്തിനാ എന്നെ പിന്തുടരുന്നത്? നീ എത്ര നല്ല പക്ഷിയാണ്. നിന്നെ എപ്പോഴും പിന്തുടർന്ന് നിന്നെക്കുറിച്ചും നിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനാവുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന് കുറച്ചു ദിവസം എന്നോടൊപ്പം താമസിച്ചൂടെ? പക്ഷേ ഒരു കാര്യം, നിന്റെ പഴയ തന്ത്രങ്ങളൊന്നും പയറ്റി നോക്കാൻ മെനക്കെടണ്ട. നിനക്ക് പ്രശ്നമാകും. എന്റെ യജമാനൻ കുലീനൻ വളരെ ദയാലുവായ ഒരാളാണ്. കള്ളത്തരമൊന്നും അദ്ദേഹം പൊറുക്കില്ല. അയ്യോ, അതൊന്നുമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. എന്നാ വാ, നമുക്ക് പോകാം. അന്ന് വൈകിട്ട് പ്രാവ് കാക്കയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിലായിരുന്നു കാക്കയുടെ കണ്ണ്. അടുത്ത ദിവസം രാവിലെ പ്രാവ് പറന്നുയരാൻ പുറപ്പെടുമ്പോൾ കാക്ക പറഞ്ഞു, എനിക്കിന്ന് നല്ല സുഖമില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്റെ അസുഖം ഒന്ന് ഭേദമായിക്കോട്ടെ. ഞാൻ പിന്നെ വരാം. എന്നാ വിശ്രമിച്ചോളൂ ചങ്ങാതി, ഞാൻ പോയിട്ട് വരാം. കാക്ക ആർത്തിയോടെ ഭക്ഷണ വിഭവങ്ങളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാത്തിലും മീനിന്റെ മണമാണ് അതിന് കൂടുതൽ ഇഷ്ടമായത്. കാക്കയ്ക്ക് മീൻകറി കൂട്ടാൻ തിടുക്കമായി. പാചകക്കാരൻ കറി പാത്രത്തിലാക്കി വെച്ച് പച്ചക്കറികൾ കൊണ്ടുവരാനായി തോട്ടത്തിലേക്ക് പോയി. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാക്ക അടുക്കളയിലേക്ക് കടന്നു. അത് പാത്രത്തിന്റെ മൂടി ശബ്ദമില്ലാതെ മുകളിലേക്ക് പൊക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ മൂടി വലിയ ശബ്ദത്തോടെ താഴെ വീണ് ഉടഞ്ഞു. പാചകക്കാരൻ അടുക്കളയിലേക്ക് ഓടിയെത്തി കാക്കയെ കയ്യോടെ പിടികൂടി. കാക്കയുടെ ചിറകും തൂവലുമൊക്കെ പറിച്ചെടുത്ത ശേഷം ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. ഒരു കാര്യത്തിലും ആർത്തിയും അത്യാഗ്രഹവും കാണിക്കരുത്. അത്യാഗ്രഹം പരാജയത്തിലേക്ക് നയിക്കൂ. പ്രിയപ്പെട്ട കുട്ടികളെ, അത്യാഗ്രഹിയായ കാക്കയുടെ അവസ്ഥ കണ്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായത്? ഈ കഥയുടെ സാരം ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുതെന്നാണ്.